നാളെ രണ്ട് മത്സരമുണ്ട്. രണ്ടാമത്തെ മത്സരത്തിൽ ചെന്നൈയും ഡൽഹിയുമാണ് നേർക്കുനേർ വരുന്നത്. ചെന്നൈ കളിച്ച രണ്ട് കളിയിലും ജയിച്ചിട്ടാണ് വരുന്നത്. ഇതേ സമയം തന്നെ ഡൽഹി കളിച്ച രണ്ട് കളിയിലും തോറ്റിരിക്കുകയാണ്. നാളത്തെ മത്സരത്തിൽ വിജയസാധ്യത കൂടുതൽ ചെന്നൈക്ക് തന്നെയാണ്. അപ്പോൾ ഡൽഹി ചെന്നൈ മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി ഡൽഹി ടീമിന് പരിഗണിച്ചാൽ ഇപ്രാവശ്യം ഡൽഹിക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയാലും ഡൽഹി വീക്കാണ്. ഇപ്രാവശ്യം ഡൽഹി പ്ലേ ഓഫ് കാണാൻ സാധ്യതയില്ല. കളിച്ച രണ്ട് മാച്ചിലും ഡൽഹി തോറ്റിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിലും ഡൽഹി ടീമിൽ ചില മാറ്റങ്ങൾ വരുമെന്നാണ് റിപ്പോർട്ട്. ഓപ്പണിംഗ് കുറച്ചും കൂടി ശക്തി പ്രാപിച്ചാൽ ഡൽഹിയെ പിന്നെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. പൃഥ്വി ഷോയും വാർണറും ഇന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഡൽഹിയുടെ പ്ലേയിങ്ങിൽ നോക്കാം. പൃഥ്വി ഷോ, വാർണർ, മിച്ചൽ മാർഷ്, കുമാർ കുശാഗ്ര, ഋഷഭ് പന്ത്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, ലളിത് യാദവ്, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ഖലീൽ അഹമ്മദ്, ആൻഡ്രിച്ച് നോർജെ. ഇനി CSK ടീമിന് പരിഗണിച്ചാൽ ഇപ്രാവശ്യം ചെന്നൈ രണ്ടും കൽപ്പിച്ചാണ്. ഇന്നത്തെ മാച്ച് ചെന്നൈ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. അത്രയും മികച്ച ബൗളിംഗ് ബാറ്റിംഗുമാണ് CSK കാഴ്ചവെക്കുന്നത്. ഇന്ന് CSKയുടെ ബൗളിംഗ് നിരയിൽ ദീപക് ചഹർ ഉണ്ടായിരിക്കും. ഓപ്പണിംഗിൽ ഋതുരാജും രജിൻ രവീന്ദ്രയും ഫോമിലാണ്. ഇനി മൂന്നാം നമ്പറിൽ അജിങ്ക്യ രഹാനെ കളിക്കും. അജിങ്ക്യ രഹാനെ ഇതുവരെ ഫോമായിട്ടില്ല. അതിൻ്റെ പ്രശ്നം CSK ടീമിനുണ്ട്. ധോണി ക്യാപ്റ്റൻസി മാറിയാലും ഋതുരാജ് മികച്ച രീതിയിലാണ് CSK ടീമിനെ കൊണ്ടുപോകുന്നത്. ധോണി കാര്യങ്ങൾ ഗ്രൗണ്ടിൽ ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ ഫലമാണ് കഴിഞ്ഞ രണ്ട് മാച്ചും. കളിച്ച രണ്ട് മാച്ചിലും ജയിച്ചാണ് CSK വരുന്നത്. അവരുടെ മൂന്നാം വിജയമായിരിക്കും ഇന്നത്തേത്. അപ്പോൾ CSKയുടെ പ്ലേയിങ്ങിൽ നോക്കാം. ഋതുരാജ്, രജിൻ രവീന്ദ്ര, അജിങ്ക്യ രഹാനെ, ഡാറി മിച്ചൽ, ശിവൻ ദുബെ, ജഡേജ, സമീർ റിസ്വി, MS ധോണി, മദീഷ പതിരാന, മുസ്തഫീസ് റഹ്മാൻ, ദീപക് ചഹർ. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ചെന്നൈ ജയിക്കുമോ ഡൽഹി ജയിക്കുമോ? അപ്പോൾ നാളത്തെ മാച്ചിൽ ചെന്നൈ ജയിക്കുമോ ഡൽഹി ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.